നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലാ പഞ്ചായത്തും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളിൽ 36 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പ്രയങ്ങാട്ടിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി തിലകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK കൃഷ്ണകുമാർ, CR രമേശ്, നജീബ് PS, അബ്ദുൽ ജലീൽ, മായ TB, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരിജൻ പൈനാട്ട്, ബ്ലോക്ക് സെക്രട്ടറി P സുഷമ എന്നിവർ സംസാരിച്ചു. ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ മൾട്ടി പാരാ മോണിറ്റർ, സ്ട്രീക്ക് റെറ്റിനോസ്കോപ്പ് എന്നിവ നൽകി. ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും ഉടനെ തന്നെ ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് എത്തിക്കാനും ഇനി മുതൽ സാധിക്കും. കൂടാതെ കുട്ടികളിലേതടക്കമുള്ള കാഴ്ച പരിശോധനയ്ക്കുള്ള ആധുനിക സൗകര്യവും ഇനി മുതൽ ലഭ്യമാകും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D ദാസ് ഉപകരണങ്ങൾ കൈമാറി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി തിലകൻ, ബ്ലോക്ക് മെമ്പർമാരായ മായ TB, CK കൃഷ്ണകുമാർ, അബ്ദുൽ ജലീൽ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൺമുഖൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശില്പ സെബാസ്റ്റ്യൻ, ഡോക്ടർ മിനി PM എന്നിവർ സംസാരിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിരുദ്ധ സന്ദേശം ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കുന്നതിനായി എടമുട്ടം പാലപ്പെട്ടി സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അംഗങ്ങളായ ഷെമീറും മിഥുനും ബൈക്കിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചു. ക്ലബ് മെമ്പർമാരായ ഷെമീർ, മിഥുൻ എന്നിവർ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന കാശ്മീർ നേപ്പാൾ യാത്രയാണ് ആരംഭിച്ചത്. രാവിലെ എടമുട്ടം പാലപ്പെട്ടി ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് സഹൃദയ ക്ലബ് അംഗങ്ങൾ ചേർന്ന് യാത്രയയപ്പ് നൽകി. ക്ലബ് പ്രസിഡന്റ് രാകേഷ് യുവ, സെക്രട്ടറി MS ശരത്, ട്രഷറർ രാകേഷ് സദാനന്ദൻ, രക്ഷാധികാരികളായ സുമേഷ് പാനാട്ടിൽ, പ്രതീക്ഷ ശാർക്കര, അഭിലാഷ് തേവർക്കാട്ടിൽ, മനോജ് മാരാത്ത്, പ്രവീൺ മാരാത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ഭാവ കൊടുങ്ങുകാരൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്ലബ് അംഗങ്ങളും പൗരപ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത തീരം ക്യാമ്പയിനിംഗ് മണലൂർ മണ്ഡലതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. അതോടൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡും വിവാഹധന സഹായ വിതരണവും നടത്തി. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡും വിവാഹ ധനസഹായ വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ ആമുഖ പ്രസംഗം നടത്തി. എറണാകുളം മേഖല റീജിയൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനേഷ്, ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ സബിത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ചെമാലു, സുഗന്ധകുമാരി, ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസ് വകുപ്പ്, ജില്ലാ മത്സ്യഫെഡ് മാനേജർ ഗീത, സംസ്ഥാന തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ്, അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കൽ, മത്സ്യത്തൊഴിലാളി സംഘ് ജില്ലാ സെക്രട്ടറി BMS ശ്രീനിവാസൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി കുട്ടൻ പറമ്പത്ത്, വടനപ്പള്ളി തളിക്കുളം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ഹരിഹരൻ, വെങ്കിടങ്ങ് പഞ്ചായത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ആന്ധ്ര UA ജില്ലാ സെക്രട്ടറി ST യൂണിയൻ നസീർ, ഫിഷറീസ് ഓഫീസർ സുജിത് VV എന്നിവർ സംസാരിച്ചു. തീരദേശത്ത് വ്യാഴാഴ്ച രാവിലെ കോടമഞ്ഞ പ്രതിഭാസം ദൃശ്യമായി. തൃപ്രയാർ പുഴയിലും ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലുമാണ് കോടമഞ്ഞ് കാണപ്പെട്ടത്. മഞ്ഞ് മേഘക്കൂട്ടങ്ങൾക്കു സമാനമായി അന്തരീക്ഷത്തിൽ താഴ്ന്നു പരന്നു വ്യാപിച്ച നിലയിലായിരുന്നു. ഊട്ടി, കൊടൈക്കനാൽ പ്രദേശങ്ങളിൽ മലയോര ഭാഗങ്ങളിൽ കണ്ടുവരുന്ന വിധത്തിലുള്ള പ്രതിഭാസം രാവിലെ 8 മണിയോടെയായിരുന്നു കാണപ്പെട്ടത്. 10 മിനിറ്റോളം വളരെ താഴ്ന്ന ഉയരത്തിൽ പരന്നു കിടന്ന മൂടൽമഞ്ഞിന്റെ ദൃശ്യം പകർത്താൻ തൃപ്രയാർ പാലത്തിൽ ഉൾപ്പെടെ നിരവധി പേരാണ് വാഹനങ്ങൾ നിർത്തി മൊബൈൽ ഫോൺ ക്യാമറകളിൽ പകർത്തിയത്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് സമാന വിധത്തിൽ മൂടൽമഞ്ഞ് പ്രദേശത്ത് കാണപ്പെടുകയുണ്ടായിട്ടുണ്ട്. കോടമഞ്ഞിന്റെ ദൃശ്യമനോഹാരിത നിരവധി പേരാണ് പകർത്തിയെടുത്തത്. ഗ്രാമീണ ഓർബിറ്റ് ചാനലിന് വേണ്ടി തൃപ്രയാറിലെ ക്യാമറമാൻ സതീഷ് കലയിൽ പകർത്തിയ അതീവ ചാതുരയാർന്ന ദൃശ്യഭംഗിയിൽ നിന്ന്
ഇതോടുകൂടി ഗ്രാമീണ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.